നമുക്കിന്ന് ടാറ്റ പോയാലോ? ആരും കാണാത്ത എന്നൊന്നുമില്ല, ഞാനിതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ഇന്നിവിടെ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഏറ്റവും മിസ് ചെയ്ത ഒരു സ്ഥലം മൈസൂർ ഇതായിരിക്കും. ഫസ്റ്റ് ടൈം വരുന്നതാണെങ്കിലും ഇവിടുത്തെ ഭംഗി ഞാനിത് എൻ്റെ ഫോണിലെടുക്കുന്നതിൻ്റെ കുറേ ഇതുണ്ട്. പക്ഷേ ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഫസ്റ്റ് നമുക്ക് റാപ്പിഡോ ബുക്ക് ചെയ്ത് അവരെ വെയിറ്റ് ചെയ്യാം. ഞാൻ ബൈക്കിനാണ് പോയത്. അങ്ങനെ നമ്മൾ റെയിൽവേ മ്യൂസിയത്തിലെത്തി. 50 റുപ്പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കയറാം. വേർത്താണ്. ആദ്യം കാണിച്ച സാധനം എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ബുദ്ധനുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് റെയിൽവേയുടെ ഒക്കെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇതൊന്നും കറക്റ്റ് എനിക്ക് അറിവില്ല, കാരണം ഞാൻ ആകെ 2 വട്ടമാണ് ഒരു ട്രെയിനിൽ കയറിയിട്ടുള്ളൂ, ക്ഷമിക്കുക. പിന്നെ ഇവിടെ കുറേ ഫോട്ടോസ് എടുക്കാനുള്ള നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. ഇതിനെപ്പറ്റി ഒന്നും ഒരു അറിവുമില്ലാത്ത എനിക്ക് ഇത് ഇത്ര ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ, ഇതിനെപ്പറ്റിയൊക്കെ അറിയാവുന്ന ആളുകൾ വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇനിയിപ്പോൾ എന്നെപ്പോലെ അറിയാത്ത ആളുകളാണെങ്കിലും ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ പീസ്ഫുള്ളായിട്ട് ഇരിക്കാം, ഒരുപാട് കാര്യങ്ങൾ കാണാം. അങ്ങനെ ഇത് കണ്ടോ, ഓരോ ടൈപ്പ് ട്രെയിനും അതിൻ്റെ കുറേ നമുക്ക് തൊട്ടടുത്ത് നിന്നതൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എവല്യൂഷൻ ഓഫ് ഇലക്ട്രിക് ട്രെയിൻ അങ്ങനെ കുറച്ചൊക്കെ വായിക്കാനേ പറ്റുള്ളൂ. ആ വായിക്കാൻ പറ്റിയതും വീഡിയോ എടുത്തൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അറിയാവുന്നവർ പറഞ്ഞു തരുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇത് അവരുടെ യൂണിഫോമിൻ്റെ എന്തൊക്കെയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ ഈ കയറി പോകുന്ന ഒരു അബദ്ധത്തിലേക്കാണ്. റെയിൽവേയുടെ ഒരു കഫേ ആയിരുന്നു, ഒടുക്കത്തെ പൈസയായിരുന്നു, ഒന്നും മനസ്സില്ല, തിരിച്ചിറങ്ങിപ്പോന്നു. പിന്നെ ഇവിടെ നീല ട്രെയിനിൻ്റെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാം. നടന്നു പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗ്രീനറി അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അതായിരുന്നു ഇതിനകത്ത് ഏറ്റവും രസമുള്ള ഒരു സംഭവം. ഞാൻ വീഡിയോ എടുക്കുന്നില്ല, എനിക്കിവിടെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പറയാനേ സമയമുള്ളൂ. ഞാനിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ഞാനിനി ഇതൊക്കെ ശ്രദ്ധിച്ച് ഒരു റൈഡൊക്കെ പോയിട്ട് വരാം. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞാലും നിങ്ങളെ കാണിച്ചു തരാൻ ഞാൻ ഇരിക്കുമോ? ഇല്ല. ഞാൻ വന്നതിൻ്റെ ലക്ഷ്യം പറയാം. എനിക്കിന്ന് ബർത്ത്ഡേ ആയിട്ട് ഇങ്ങനൊരു സ്പേസിൽ, നമുക്ക് ഇവിടെ ആരുമില്ല, ഞാൻ മാത്രം ഇങ്ങനൊരു ചെയറിലിരുന്ന് എനിക്കെൻ്റെ പുതിയ ഡയറിയിൽ എനിക്ക് ഇന്നത്തെ എൻ്റെ ഡേനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. ലൈക്ക് ഒറ്റയ്ക്കുള്ളൊരു സോളോ ട്രിപ്പ് എങ്ങനെ എൻജോയ് ചെയ്യാം എന്നുള്ളൊരു സംഭവം. സോ ലെറ്റ് മീ ടേക്ക് മൈ ഡയറി ആൻഡ് റൈറ്റ്. മൈസൂർ പൊക്കോട്ടെ സിസ്റ്റർ എന്ന് പെർമിഷൻ ചോദിക്കാൻ നേരത്ത് സിസ്റ്റർ പറഞ്ഞൊരു കാര്യമാണ്, നീ തന്നെ പോയിട്ട് എന്ത് ചെയ്യാനാന്ന്? തന്നെ പോകുന്നതാണ് മിസ്റ്റർ ഏറ്റവും രസമുള്ള സംഭവം. അത് നിങ്ങൾക്ക് എന്നാ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കണ്ടോ, ഇവിടെ ബെല്ലൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ട്രെയിനിൽ ടാറ്റ പോവാം. ഇതും ആ 50 റുപ്പീസിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന കേട്ടോ ഈ ട്രെയിൻ റൈഡും. 2 വട്ടം അവരിങ്ങനെ കറക്കിക്കൊണ്ടു. ഫസ്റ്റ് ഭയങ്കര സ്ലോ ആയിരുന്നു, പിന്നെ അങ്ങ് അടിപൊളിയാണ്. 22 വയസ്സിനിടയിൽ ഞാൻ ഈ ടൈപ്പ് ഫോണൊക്കെ പണ്ടത്തെ സിനിമ വല്ലതും എൻ്റെ വലിയപ്പ വെച്ചിരുന്ന കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതല്ലാതെ നേരിട്ടൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ കാണാനും എനിക്ക് അവസരം കിട്ടി. പല ടൈപ്പ് മിററുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ സ്റ്റാമ്പും ടിക്കറ്റ്സും ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചെറിയൊരു ലൈബ്രറി സെക്ഷൻ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങാം. പക്ഷേ ഈ ഒരു ചെറിയ സ്റ്റിക്കറിന് 200 റുപ്പീസ് ആയിരുന്നു. തിരിച്ച് ഞാൻ ഓട്ടോ എടുത്ത് തിരിച്ച് എൻ്റെ സ്ഥലത്തേക്ക് പോയി.